തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രചാരണത്തിനെതിരെ പ്രതിഷേധം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിൽ പങ്കുചേർന്ന് കലാസാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും. തൃശൂർ ഇരവിമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചത് ലാ ഫെമിന എന്ന പേരിൽ. പ്രശസ്ത പിന്നണി ഗായിക ജോയ്സ് സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു തൃശൂരിൽ നിർവഹിച്ചു. ചടങ്ങിൽ നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തലത്തിലുള്ള ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് RP രതീഷ് മന്ത്രിയിൽ നിന്നും 5000 രൂപയുടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും കാട്ടാന. ഏറെ നേരം പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന നിലയുറപ്പിച്ചു. സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ നിന്ന് ഓല പറിച്ചു തിന്ന ശേഷം കാട്ടാന മടങ്ങി. ബംഗളൂരുവിൽ യുവതിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതി ബംഗാളിലുണ്ടെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി അറിയിച്ചു. മാൾ ജീവനക്കാരിയായ മഹാലക്ഷ്മിയുടെ ശരീരഭാഗങ്ങളാണ് അപ്പാർട്ട്മെന്റിൽ കണ്ടെത്തിയത്. ആലപ്പുഴ മാന്നാറിൽ വിവിധ സ്പോർട്സ് ടീമുകൾ രൂപീകരിക്കാൻ ഒരുങ്ങി ഒരു പറ്റം യുവാക്കൾ. ആദ്യഘട്ടത്തിൽ ക്രിക്കറ്റ് ടീം രൂപീകരിച്ച് പരിശീലനം നടത്തി വരികയാണിവർ. പരിമല പമ്പ കോളേജിൽ നടന്ന ചടങ്ങിൽ ഇവരുടെ ജേഴ്സി പുറത്തിറക്കി.